എൻ്റെ പേര് ബോബി. ഞാൻ മുളന്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 മെയ് 15-ാം തീയതിയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് പാടം നികത്തിയ 40 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം കരഭൂമിയാക്കുവാനായി ഞാൻ 2018 മുതൽ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അത് സാധ്യമായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ഈ വിഷയം വയ്ക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാനൊരു ദിവസം കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരാൾ സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു. കടബാധ്യതയുള്ളവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കെല്ലാം ആഡിയോ ഈ പാടം കരഭൂമിയാക്കൽ പ്രക്രിയ വേഗത്തിലാക്കി കൊടുക്കുന്ന ഒരു നടപടിക്രമം ഉള്ളതായി അറിയാൻ കഴിഞ്ഞു. അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് ബാങ്കിലൊരു ഓഡി ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ റെഗുലറായിരുന്നു. പക്ഷേ ആ വർഷം ആ ലോൺ പുതുക്കാൻ വിട്ടുപോയി എന്നുള്ള കാരണത്താൽ ബാങ്കിൽ നിന്ന് എനിക്ക് നടപടിയെടുക്കുമെന്ന് കാണിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്തു. ആ നോട്ടീസ് എനിക്കൊരു അനുഗ്രഹമായി തീർന്നു. ആ നോട്ടീസുമായി ഞാൻ RDOയെ സമീപിക്കുകയും RDOയ്ക്ക് എനിക്ക് കടബാധ്യതയുള്ളതായിട്ടൊരു RDOയ്ക്കൊരു കടബാധ്യതയുള്ളതായിട്ട് രേഖ കാണിക്കാനായി ആ നോട്ടീസ് പ്രയോജനപ്പെടുകയും ചെയ്തു. ആ എനിക്ക് നോട്ടീസ് അയക്കേണ്ട ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ലോൺ റെഗുലറായിരുന്നു. ഞാൻ എല്ലാ വർഷവും ലോൺ പുതുക്കാൻ വിട്ടുപോയി എന്നുള്ള കാരണത്താൽ ഓഡിറ്റർക്ക് മിസ്റ്റേക്ക് പറ്റി അയച്ച നോട്ടീസാണ്. ആ മാതാവാണ് ആ നോട്ടീസ് അയച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ആ നോട്ടീസ് കാണിക്കുകയും എനിക്ക് കടബാധ്യതയുണ്ടെന്നും എനിക്ക് ഈ പാടം സ്ഥലം കരഭൂമിയാക്കിയിട്ട് വിട്ടിട്ട് എനിക്ക് കടബാധ്യതകൾ മാറ്റാനുള്ളതാണെന്നും കാണിച്ച് ഈ കടബാധ്യതയുടെ ഈ നോട്ടീസ് RDOയെ കാണിക്കുകയും RDO നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി തരികയും ചെയ്തു. ഇത് ഞാൻ RDOയിൽ കൃപാസനത്തിൽ ഒപ്പ് കൊണ്ടുപോയി ഇടുകയും RDO ഓഫീസിൻ്റെ മുമ്പിൽ എനിക്ക് ഭക്ഷണ വിതരണത്തിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. RDO ഓഫീസിൻ്റെ മുമ്പിൽ 2 ഭിക്ഷാടകർ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാകുമായിരുന്നു. അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും വൈകിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോരുകയും ചെയ്യുമായിരുന്നു. അതും എനിക്ക് ഭക്ഷണ വിതരണത്തിനൊരു അവസരം ഉണ്ടായിത്തന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ എൻ്റെ അപേക്ഷയുടെ മേളിൽ ഏകദേശം 1 വർഷത്തോളമുള്ള അപേക്ഷകളുണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ അപേക്ഷ പരിഗണിക്കുകയും ഏകദേശം 1 വർഷത്തോളം എടുക്കുമെന്ന് പറഞ്ഞ ആ പ്രക്രിയ എനിക്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ ചെയ്ത് കിട്ടുകയും RDO ഫീസ് അടയ്ക്കാൻ ഓർഡർ ഇടുകയും ചെയ്തു. ഇപ്പോൾ സാക്ഷ്യം ഈ സ്ഥല വിൽപ്പനയ്ക്കുള്ള ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ട്. അതും എത്രയും വേഗം മാതാവ് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്നത് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുമായിരുന്നു. അവിടെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. എന്നാലാവുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കൃപാസന പത്രം വിതരണം ചെയ്തിരുന്നത് ഞാൻ പത്രവിതരണമായി ഇറങ്ങുമ്പോൾ എന്നെ ആരോ ഈ വഴിയിലൂടെ പോകുക അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ പോകുക എന്ന് പ്രേരിപ്പിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ആ സ്ഥലത്തിൽ എന്നെ ആരെങ്കിലും ഒരാളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരിക്കും. മാതാവും തിരുക്കുമാരനും ആരെങ്കിലും ഒരാളെന്നെ ലക്ഷ്യമാക്കിയിട്ടുണ്ടാകും. ഒന്നതിലും കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്നവർ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണം എന്ന് വിഷമിച്ചിരിക്കുന്നവർ, അങ്ങനെ ആരെയെങ്കിലും ആ യാത്രയിൽ ഞാൻ കണ്ടെത്തുമായിരുന്നു. അവർക്ക് കൃപാസനത്തെപ്പറ്റി പറയുകയും ആശ്വാസം കിട്ടുകയും അവർ കൃപാസനത്തിൽ പോകാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ചെയ്തു പോന്നിരുന്നു.